DGP ഓഫീസിലേക്ക് നടത്തിയ KPC മാർച്ചിനെതിരെ പോലീസ് നടപടി ഉയർത്തി സർക്കാരിനെതിരെ പോർമുഖം തുറക്കാൻ പ്രതിപക്ഷം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമെതിരെ അവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കറെ സമീപിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് K മുരളീധരനും വ്യക്തമാക്കി. നവകേരള സദസ്സ് കഴിഞ്ഞെങ്കിലും വിവാദങ്ങൾ ഉയർത്തി സർക്കാരിനെ വരിഞ്ഞുമുറുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് പ്രതിപക്ഷം. DGP ഓഫീസിലേക്ക് നടത്തിയ KPCC മാർച്ചിനെതിരായ പോലീസ് നടപടിയാണ് ഏറ്റവും ഒടുവിൽ ആയുധമാക്കുന്നത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും MPമാരും MLAമാരും വേദിയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് നേതൃത്വം ആരോപിക്കുന്നു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും നിരവധി MPമാരും എല്ലാം പങ്കെടുത്ത MLAമാരും പങ്കെടുത്ത സ്റ്റേജിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തുകയും ഗ്രാനേഡ് ഏറ്റവും ശക്തിയുള്ള ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി AP അനിൽകുമാർ MLA നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകി. ചട്ടം 154 പ്രകാരം മുഖ്യമന്ത്രിക്കും DGPക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടിയും പ്രതിപക്ഷം ആയുധമാക്കും. അപ്പോൾ മുഖ്യമന്ത്രി പോലീസെല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലീസുകാർക്ക് നൽകിയതാണ് ഇന്നലത്തെ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അത് കഴിഞ്ഞ് എല്ലാവരുടെയും പേരിൽ കേസെടുത്തിരിക്കുന്നു. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പോലീസ് അതിക്രമം നിയമസഭയ്ക്ക് പുറമെ പാർലമെന്റിലും ഉന്നയിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങളെ അകാരണമായിട്ട് പോലീസ് ആക്രമിച്ചു MPമാർ. അത് പറഞ്ഞ് ഇന്നലെ ശശി തരൂർ അതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 6 MPമാർ ആലോചിച്ച് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. നവകേരള സദസ്സിനെതിരെ പുതിയ രാഷ്ട്രീയ പ്രചരണവും പ്രതിപക്ഷം ആരംഭിക്കും. രാഷ്ട്രീയ വാക്പോരിനപ്പുറം നിയമ പോരാട്ടത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നതോടെ നവകേരള സദസ്സ് വിവാദം പുതിയ തലത്തിലേക്ക് കടക്കുമെന്ന് വ്യക്തം. 24 തിരുവനന്തപുരം.